Hello my students. From the previous class we learned the different types of nutrients and about digestion and what are the different parts involved in the human digestive system. We already discussed about the mouth and also saliva and digestion. Here today we are going to learn about the another topic, that is food through esophagus. So സലൈവയും ഡൈജഷനുമായിട്ട് അവിടെ നിൽക്കുക. സോ ഇനി ഈ മൗത്തിൽ നിന്നിട്ടുള്ള ഫുഡ് എങ്ങനെയാണ് ത്രൂ ഇസോഫേഗസിലോട്ട് എങ്ങനെയാണ് എത്തുന്നതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് all of take your textbook page number 22 and carefully observe the illustration 2.3 mode of swallowing food. എങ്ങനെയാണ് നമ്മൾ ഭക്ഷണത്തെ സ്വാലോ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു റിയാക്ഷൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, സോ all are you ready? Yes. First, tongue compresses the food into balls with the help of palate. So palate, which means അണ്ണാക്ക്. So tongue compress the food into balls. tongue എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫുഡിനെ ബോൾസ് ചെയ്യും, കംപ്രസ് ചെയ്ത് ഒരു ബോൾസ് ഫോമിലാക്കിയിട്ട് പാലറ്റിൻ്റെ ഹെൽപ്പോട് കൂടി ഒരു ബോൾസ് ഫോമിലാക്കും. Okay, then the next one is uvula, which means ചെറുനാക്ക്. It closes the nasal cavity that opens to the pharynx. The uvula which closes the nasal cavity, അതായത് നേസൽ കാവിറ്റി ക്ലോസ് ചെയ്യും ഫാരിങ്സിലോട്ട്. നമ്മുടെ ഫാരിങ്സും അതേപോലെ തന്നെ ഇസോഫേഗസൊക്കെ ഒരു കണക്ഷൻ ഏരിയയിലാണ് കാണപ്പെടുന്നത്. സോ ദ ഉവ്യൂളയുടെ ഫങ്ഷൻ, നമ്മുടെ ചെറുനാക്കിൻ്റെ ഫങ്ഷൻ എന്തെന്ന് വെച്ചാൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ക്ലോസ് ദി നേസൽ കാവിറ്റി ദാറ്റ് ഓപ്പൺസ് ടു ദി ഫാരിങ്സ്. ഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുന്ന നൈസൽ കാവിറ്റിയെ ക്ലോസ് ചെയ്യുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഉവ്യൂള. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ്, trachea rises up and is closed by this part. So നമ്മുടെ trachea, which means ശ്വാസനാളം, അതിനെ അങ്ങ് എന്താണ് ചെയ്യുന്നത്? റൈസ് അപ്പ് ആൻഡ് ഈസ് ക്ലോസ്ഡ് ബൈ ദിസ് പാർട്ട്. ഈ ഒരു എപ്പിഗ്ലോട്ടിസ് വഴിയാണ് ട്രക്കിയൻ്റെ അവിടെയുള്ളൊരു ക്ലോസ് പാർട്ട്, ആ ഒരു പാർട്ട് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ എന്ത് ചെയ്തു? നമ്മുടെ ട്രക്കിയ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഉവ്യൂൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫാരിങ്സിലോട്ട് ഓപ്പൺ ആവുന്ന നേസൽ കാവിറ്റിയും ക്ലോസ് ചെയ്തു. സോ ദ ഫുഡ് ഡെഫിനറ്റ്ലി ഷുഡ് എൻറ്റേഴ്സ് ത്രൂ ദി esophagus. The posterior part of the tongue allows food to move over the epiglottis into the esophagus. So നമ്മുടെ ടെങ്ങിൻ്റെ posterior part, അതായത് ഏറ്റവും താഴെ കാണപ്പെടുന്ന ടെങ്ങിൻ്റെ posterior part എന്ത് ചെയ്യുന്നുണ്ട്? they move the food over the epiglottis. എപ്പിഗ്ലോട്ടിസിൻ്റെ മുകളിലൂടെ into the esophagus. ഇസോഫാഗസിലോട്ട് ഫുഡിനെ അങ്ങ് എത്തിക്കും. സോ ദാറ്റ്സ് ദ റിയാക്ഷൻ. അതായത് ഫസ്റ്റ് നമ്മളൊരു ഫുഡിനെ കംപ്രസ് ചെയ്യും വിത്ത് ദി ഹെൽപ്പ് ഓഫ് ടങ്, ദെൻ ഉവ്യൂള നേസൽ കാവിറ്റിയെ ക്ലോസ് ചെയ്യും, ദെൻ എപ്പിഗ്ലോട്ടിസ് ട്രക്കിയെ ക്ലോസ് ചെയ്യും, ദെൻ എന്ത് ചെയ്യുന്നുണ്ട്? പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി ടങ് വഴി എപ്പിഗ്ലോട്ടിസിൻ്റെ മുകളിലൂടെ ദ ഫുഡ് ഈസ് എൻ്റർ ഇൻ ടു ദി ഈസോഫേഗസ്. ഓക്കെ, so the next one is, have you understood the relevance of the saying that one should not talk while having food? നമ്മൾ പറയാറുണ്ടല്ലേ, ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ സംസാരിക്കരുത്. വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്സ്? യെസ്, when we talk while eating food, then forms a flow of air into the mouth and windpipe gets open. നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ ഫ്ലോ ഓഫ് എയർ ഉണ്ടായിരിക്കും. ആ ഒരു മൗത്തിലോട്ട് ഫ്ലോ ഓഫ് എയർ ഉണ്ടാകും. നമ്മുടെ വിൻഡ് പൈപ്പ്, അലിമെൻ്ററി കനാൽ, ആ വിൻഡ് പൈപ്പ് എന്ത് ചെയ്യുന്നത്? ശ്വാസനാളം ഓപ്പൺ ചെയ്യും. സോ അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ദ ഫുഡ് മേ എൻറ്റർ ഇൻ ടു ദി വിൻഡ് പൈപ്പ് ആൻഡ് വി മേ ഗെറ്റ് ചോക്ക്ഡ്. സോ നമ്മുടെ ഫുഡ് വിൻഡ് പൈപ്പിലോട്ട് അങ്ങ് കയറിയാൽ നമുക്ക് ശ്വാസതടസ്സം അല്ലെങ്കിൽ എന്തെങ്കിലും അതിനനുസരിച്ചിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരും. സോ ദാറ്റ്സ് എ റീസൺ. ഓക്കെ, while we eating food, while not talking, even eating food. Okay, while having food. Okay, then the next one is peristalsis in the esophagus. What do you mean by peristalsis? യെസ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്. നമ്മുടെ ഫുഡിൻ്റെ ഒരു ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്.
Food reaches the stomach by the wave-like movement of the walls of the esophagus. ഒരു wave-like movement ആണ് through the walls of the esophagus. നമ്മുടെ ഇസോഫേഗസിൻ്റെ വാൾസിലൂടെ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു വാൾസിലൂടെ ഇതാണ് നമ്മുടെ പെരിസ്റ്റാൾസിസ്, ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ്. ഇതെന്താണ്, അതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് ഇവിടെ അത് ഫോം ചെയ്താൽ ദെൻ നെക്സ്റ്റ് ഇത് അങ്ങനെ അങ്ങ് പോയിട്ട് ത്രൂ ഇത് എവിടെ എത്താണ്, സ്റ്റൊമക്കിലെത്താണ്. സോ ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ്, ദ വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഈസ് കോൾഡ് പെരിസ്റ്റാൾസിസ്. ഓക്കെ. സോ ഫുഡ് ഫ്രം മൗത്തിൽ നിന്നും ഇറ്റ്സ് റീച്ചസ് ടു സലൈവ ആൻഡ് ഇറ്റ് ആൾസോ സ്വാലോവിങ് ഫുഡ് കഴിഞ്ഞു. സോ ഇപ്പോൾ നമ്മുടെ ഫുഡ് സ്റ്റൊമക്കിലെത്തിയിട്ടുണ്ട്. സോ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഫുഡ് ഇൻസൈഡ് ദി സ്റ്റൊമക്ക്. ഓക്കെ. Peristalsis in the stomach, figure 2.4. All are you observed? Yes. The strong peristalsis in the stomach converts food into a paste form. Yes, that means നമ്മുടെ സ്റ്റൊമക്കിലുള്ള സ്ട്രോങ് പെരിസ്റ്റാൾസിസ് they convert food into a paste form. ഫുഡിനെ ഒരു പേസ്റ്റ് ഫോമിലാക്കുന്നുണ്ട്. എങ്ങനെ? ഈ ഒരു സ്ട്രോങ് പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ്. The special circular muscle present in the posterior part of the stomach retain food for a specific period. അതായത് ചില സ്പെഷ്യൽ സർക്കുലർ മസിൽസ് പ്രസൻ്റ് ആണ് നമ്മുടെ എവിടെ, പൊസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി സ്റ്റൊമക്കിൻ്റെ പൊസ്റ്റീരിയർ പാർട്ടിൽ. ഹിയർ ദർ ആർ പ്രസൻറ്റ് സം സ്പെഷ്യൽ ടൈപ്സ് ഓഫ് സർക്കുലർ മസിൽസ്. ദേ റീറ്റെയിൻ ഫുഡ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. ഒരു കുറച്ച് ടൈമിൽ ആ ഒരു ഫുഡിനെ അവിടെ റിട്ടേൺ ചെയ്ത് വെക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്? യെസ്, ഇറ്റ്സ് ഡൺ ബൈ ദി സ്റ്റൊമക്ക്. ഓക്കെ. അപ്പോൾ സ്റ്റൊമക്കിൻ്റെ പൊസ്റ്റീരിയർ പാർട്ടിൽ എന്തുണ്ട്? ഒരു സ്പെഷ്യൽ സർക്കുലർ മസിൽസ് ഉണ്ട്. ദേ റീറ്റെയിൻ ദി ഫുഡ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. Different components in the gastric juice secreted by the glands in the stomach walls also play a very important role in the process of digestion. അതായത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വാൾസിൽ we can see that some gastric juices. So next we are going to learn about the different types of gastric juices and their functions. Okay. So gastric juices ആണ് ഇനി ഡൈജഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. First of all, gastric juice components and their functions. Here there are 4 different types of gastric juices: pepsin enzyme, gastric lipase enzyme, hydrochloric acid or HCl, and at last mucus. There are the 4 different types of gastric juices and we can check it there what is their functions. Okay. First of all, pepsin enzyme. The pepsin enzyme convert proteins to peptones partially. പ്രോട്ടീനെ പെപ്റ്റോൺസ് ആക്കി പാർഷ്യലി കൺവേർട്ട് ചെയ്യുക. That is the role of the pepsin enzyme. So the pepsin enzyme that convert protein to peptones partially. Okay. And the next one is gastric lipase enzyme. They digest fat partially. നമ്മുടെ ഫാറ്റിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് gastric lipase enzymes ആണ്. Okay. And the next one is hydrochloric acid. Destroy the germs in the food. So നമ്മുടെ ഫുഡിൽ എന്തെങ്കിലും ജേംസ്, അതായത് എന്തെങ്കിലും ടൈപ്സ് ഓഫ് ജേംസ് ഉണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ആൻഡ് ഇറ്റ് റെഗുലേറ്റ് ദ pH സ്യൂട്ടബിൾ ഫോർ ദി ഡൈജഷൻ ഇൻ സ്റ്റൊമക്ക്. നമ്മുടെ ഡൈജഷൻ ആവശ്യമുള്ള ആ ഒരു സ്യൂട്ടബിൾ pH റെഗുലേറ്റ് ചെയ്യുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓക്കെ. And the next one is mucus.
mucus protect the stomach wall from the action of digestive juices. So digestive juices in the actionil നിന്ന് നമ്മുടെ stomach wallനെ protect ചെയ്യുക എന്നുള്ള ഫങ്ഷനാണ് മ്യൂക്കസിന്. So there are the 4 different types of gastric juices and their functions. Okay. So food reached in the stomach അവിടെ വെച്ചിട്ട് ഓരോ gastric juices വഴി പ്രോട്ടീൻസിനെ പെപ്റ്റോൺസ് ആക്കി കൺവേർട്ട് ചെയ്തു, ഫാറ്റ് പാർഷ്യലി ഡൈജസ്റ്റ് ആയി, ജെംസിനെ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫുഡ് ദ റിമൈനിങ് ഫുഡ് എൻറ്റേഴ്സ് ടു ദ നെക്സ്റ്റ് പാർട്ട് ഈസ് ദാറ്റ് ഈസ് where is the part? Yes, that small intestine അഥവാ ചെറുകുടൽ. So next one is food in the small intestine. Okay. What do you mean by small intestine? Yes, small intestine is a part of our body. So what's the length of it? Yes, it have 5 to 6 meters long and it is found in the abdomen in the form of multiple folds and coils. They are found in abdomen in the form of multiple folds and coils. 5 to 6 meters long ആണ് small intestine. So they are found in the form of coils and folds ആയിട്ടാണ് അബ്ഡോമനിൽ സ്മോൾ ഇൻറ്റെസ്റ്റൈന് കാണപ്പെടുന്നത്. ഹെൻസ് ഫുഡ് മൂവ് വെരി സ്ലോലി ത്രൂ ദി സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. സോ ഇത് 3 മീറ്റർ ലോങ് ആയതുകൊണ്ട് തന്നെ ഹിയർ ദ ഫുഡ് വെരി സ്ലോലി ആണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ. The completion of digestion and the beginning of absorption of food takes place in the small intestine. That means small intestine le vechitte digestion complete aayittu and the next one is absorption. So that the digestion is completed and the absorption is begins in the small intestine. Okay. From the stomach the food in paste form enters the duodenum, which is the initial part of the small intestine. So food എന്തായിട്ടുണ്ട് ഒരു പേസ്റ്റ് ഫോമിൽ അത് എന്ത് ചെയ്യുന്നുണ്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ദ ഇനീഷ്യൽ പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ദാറ്റ് ഈസ് കാൾഡ് ഡിയോഡിനം. സോ ഫുഡ് ഒരു പേസ്റ്റ് ഫോമിലായിട്ട് ഫസ്റ്റ് എൻറ്റർ ഇൻ ടു ദി ഡിയോഡിന വിച്ച് ഈസ് ദ ഇനീഷ്യൽ പാർട്ട് ഓഫ് ദി സ്മോൾ intestine. Okay. And the digestive juice secreted by the liver and the pancreas reaches the duodenum through a common duct. Liver, pancreas ഇവരൊക്കെ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഡൈജസ്റ്റീവ് ജ്യൂസസ് ഒരു കോമൺ ഡക്റ്റ് വഴി ഡിയോഡിനത്തിൽ എത്തുന്നുണ്ട്. And the enzymes in those juices acts upon partially digested food and enhance the process of digestion. So ഈ enzymes ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് the partially digested foodil act ചെയ്യുന്നുണ്ട്. അങ്ങനെ they enhance the process of digestion. So next we are going to learn about the what's the function, what's the role of liver and pancreas. Okay. Liver. In liver, enzymes are absent in the bile secreted by the liver. So liverൽ എന്താണ് ലിവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബൈൽസിൽ എൻസൈംസ് ആബ്സെൻ്റ് ആണ്. It helps in digestion by breaking down fat into smaller particles and making the food alkaline. So ഇത് എങ്ങനെയാണ് ഡൈജഷനിൽ ഹെൽപ്പ് ചെയ്യുന്നത്? ഹൗ ഇറ്റ്സ് ഹെൽപ്സ് ഇൻ ദി പ്രോസസ് ഓഫ് ഡൈജഷൻ? യെസ്, ബൈ ബ്രേക്കിംഗ് ഡൗൺ ഫാറ്റ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ്. ഫാറ്റിനെ സ്മോളർ പാർട്ടിക്കിൾസ് ആക്കി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട് ലൈക്ക് ആൻഡ് മേക്കിംഗ് ദി ഫുഡ് ആൽക്കലൈൻ. ഫുഡിനൊരു ആൽക്കലൈൻ ഫോം ആക്കിയിട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ദി ബൈൽ സെക്രീറ്റഡ് ബൈ ദി ലിവർ ഈസ് സ്റ്റോർഡ് ഇൻ ദി ഗോൾ ബ്ലാഡർ. liver secrete ചെയ്യപ്പെടുന്ന ബൈൽസ് that is stored in the gallbladder. Okay, so that's the role of the liver. And the next one is pancreas. It secretes pancreatic juices. So the pancreas secrete pancreatic juices.
bile and the pancreatic juices reaches the duodenum through a common duct. From that we know that through a common duct, ഒരു common duct വഴി ഡിയോഡിനത്തിൽ എന്തെത്തുന്നുണ്ട്, ബൈൽസ് ആൻഡ് ദി pancreatic juices. So next one we are going to study about the different types of pancreatic juices. Here there are 3 types of pancreatic juices. First one is pancreatic amylase, second one trypsin, and third one is pancreatic lipase. Okay, the pancreatic amylase which convert starch to maltose. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത് പാൻക്രിയാറ്റിക് അമൈലേസ് ആണ്. ഓക്കെ, സോ പാൻക്രിയാറ്റിക് അമൈലേസ് വിച്ച് കൺവേർട്ട് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണ് പാൻക്രിയാറ്റിക് അമൈലേസ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ ഓൾ ആർ യു കെയർഫുള്ളി ഒബ്സർവ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പ്രോട്ടീൻ. ഇറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു പെപ്റ്റൈഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ട്രിപ്സിൻ. ഓക്കെ, സോ ട്രിപ്സിൻ എന്ന് പറയുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ് വഴി പ്രോട്ടീൻ ഈസ് കൺവേർട്ടഡ് ടു പെപ്റ്റൈഡ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പാൻക്രിയാറ്റിക് ലിപ്പേസ് that convert fat into fatty acid and glycerol. Okay, so these are the functions of the pancreatic juices. ഇതെന്താണ്? It's pancreatic juices ആണ്. Pancreatic amylase, trypsin and pancreatic lipase. This one converts starch to maltose and trypsin convert protein to peptide and pancreatic lipase convert fat to fatty acid and glycerol. Okay, when food move forward from duodenum, it get mixed with the intestinal juice secreted by the glands in the small intestine. സോ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ജ്യൂസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫുഡ് മിക്സ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് എൻസൈംസ് ആർ പ്രസൻസ് ഇൻ ദി ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലും ഡിഫറെൻറ്റ് എൻസൈംസ് പ്രസൻ്റ് ആണ്. സോ ദ റോൾ ഈസ് സം ഓഫ് വിച്ച് കൺവേർട്ട് മാൾട്ടോസ്, ലാക്ടോസ് ആൻഡ് ഷുഗർ ഇൻ ടു സിമ്പിൾ ഫോംസ്. അതായത് ചില എൻസൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, കോംപ്ലക്സ് ഫോമായിട്ടുള്ള മാൾട്ടോസ്, ലാക്ടോസ്, ഷുഗർ ഇതിനൊക്കെ സിമ്പിൾ ഫോംസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് അനദർ സെറ്റ് ഓഫ് എൻസൈംസ് കൺവേർട്സ് പെപ്റ്റൈഡ്സ് ടു അമിനോ ആസിഡ്. ചില സെറ്റ് ഓഫ് എൻസൈംസ് പെപ്റ്റോൺസിനെ അമിനോ ആസിഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. And the next one is digestion of fat is almost completed in the duodenum itself. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാറ്റ് ഓൾമോസ്റ്റ് അവിടെ നിന്ന് എന്താ പറയുന്നത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സോ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വരുമ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഡൈജഷൻ കംപ്ലീറ്റ് ആകും, അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. സോ ഡൈജഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസ് എന്ത് ചെയ്യുന്നുണ്ട്, കോംപ്ലക്സ് ഫോമിനെ സിമ്പിൾ ഫോംസ് ആക്കുന്നുണ്ട്. ലൈക്ക് മാൾട്ടോസ്, ലാക്ടോസ് അതുവരെയൊക്കെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് പോലുള്ള സിമ്പിൾ ഫോം ആക്കുന്നുണ്ട്. പ്രോട്ടീൻസിനെ അമിനോ ആസിഡ് ആൻഡ് ഫാറ്റിനെ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, now you have understood that digestion is a process of conversion of carbohydrate, protein and fat which have complex structures into easily absorbable simple forms. അല്ലേ?
നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് ഫോംസിലുള്ളതിനെ സിമ്പിൾ ഫോംസ് ആക്കി ത്രൂ ദി പ്രോസസ് ഓഫ് ഡൈജഷൻ. ആൻഡ് വിച്ച് ആർ ദ ന്യൂട്രിയൻസ് ദാറ്റ് ഡു നോട്ട് അണ്ടർഗോ ഡൈജഷൻ? നമ്മൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ്ലി വി ഇൻട്രൊഡ്യൂസ് അബൌട്ട് 6 ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ്. അതിലിപ്പോൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ് ഇതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡൈജഷൻ നടത്തുന്നുണ്ട്. ബാക്കി 3 ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് ഡു നോട്ട് അണ്ടർടേക്ക് ഡൈജഷൻ, അല്ലെങ്കിൽ ഡൈജഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. വാട്ട് ആർ ദ അതർ ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ്? യെസ്, ദാറ്റ് ഈസ് വാട്ടർ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. സോ അതാണ് അബ്സോർപ്ഷനിൽ വരുന്നത്. സോ നമുക്ക് അബ്സോർപ്ഷനെ കുറിച്ചിട്ട് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. സോ ടുഡേയ്സ് ക്ലാസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫുഡ് സ്റ്റൊമക്കിലെത്തി, ദെൻ സ്റ്റൊമക്ക് വഴി സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ നടക്കുന്ന വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ചേഞ്ചസ് and their conversion from complex to simple. So that's about our today's class. If you have any doubts, please call me, my students. Have a nice day. Thank you.